ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 5-ാം തീയതി കൃത്യം 7:30 നടക്കുന്ന നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരം നടക്കുന്നത് മറ്റെവിടെയല്ല, രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം, നമ്മുടെ ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറക്കാതെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ബാക്ക് ടു റിവ്യൂലോട്ട് വരാം. അതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഹൈദരാബാദിന്റെ പിച്ചാണ്. അത്യാവശ്യം കൂടുതലും ബൗളേഴ്സിനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുള്ളത്. ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് അത്യാവശ്യം ബാറ്റിംഗ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ബട്ട് കൂടുതലും ബൗളേഴ്സിനെയാണ്. നമ്മുടെ അൽസാരി ജോസഫ് മുംബൈയിലായിരിക്കുന്ന സമയത്ത് ഒരു 6 വിക്കറ്റ്സ് എടുത്തായിരുന്നു. 2019 6 വിക്കറ്റും വെറും 12 റൺസ് മാത്രമാണ് അദ്ദേഹം ആ ഒരു മത്സരം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ബൗളിംഗ് പെർഫോമൻസ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അതൊരു റെക്കോർഡ് എടുത്തു പറഞ്ഞത്. അതുകൂടാതെ പിച്ചിന്റെ ആവറേജ് സ്കോർ നോക്കുന്ന സമയത്ത് 161 റൺസും ഫാസ്റ്റ് ബോളേഴ്സും 538 വിക്കറ്റ്സും സ്പിന്നേഴ്സ് 225 വിക്കറ്റ്സുമാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സാണ് ഇവിടെ വിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ഔട്ട് ആയില്ലേ. നമ്മുടെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ 72 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 32 മത്സരം, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 40 മത്സരമാണ്. സെക്കൻഡ് ബാറ്റിംഗ് ആണ് കൂടുതലും വിൻ ചെയ്യാറുള്ളത്. ടോസസ് വിൻ ചെയ്യുന്ന കണക്കൊക്കെയാണ് അത്. കൂടുതൽ 25 പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ട്. ടോസ് ലോസ് ആയത് 47 പ്രാവശ്യം കൂടുതൽ ലോസ് ആവാനാണ് ചാൻസ് കൂടുതൽ. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 196, സെക്കൻഡ് ഇന്നിംഗ് സ്കോർ 198 രണ്ട് ആപ്പ് രണ്ട് വെബ്സൈറ്റിലത്തെ റെക്കോർഡ്സ് ആണ്. നമുക്ക് എന്തായാലും ഒരു 180 എബോ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. നമ്മുടെ CSK വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനുള്ള ഹെഡ് ടു സ്റ്റാറ്റ്സിനെ പറ്റി പറയുമ്പോൾ ഇതുവരെ അവർ ഏറ്റുമുട്ടിയത് 19 പ്രാവശ്യമാണ്. അതിൽ 14 പ്രാവശ്യം CSK ആണ് വിൻ ചെയ്തത്. 5 പ്രാവശ്യമാണ് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വിൻ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ മാച്ചസ് പ്ലേഡ് 72, ഫസ്റ്റ് ബാറ്റിംഗ് വിൻ 33, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ഒന്നും നോക്കണ്ട. ആവറേജ് സ്കോർ 161 അപ്പോൾ ഇതുവരെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ നമ്മുടെ CSK വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ 6 മത്സരമാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ CSK 4 പ്രാവശ്യവും സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു പ്രാവശ്യം ആ ഒരു മത്സരത്തിന് റിപ്പോർട്ട്സ് ഒന്നും ഇല്ലാതായിപ്പോയി. മഴ കാരണം അതൊന്ന് ക്യാൻസലായി പോയി. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബാറ്റിംഗ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. ഇനി H2 സ്റ്റാറ്റ്സ് ഒക്കെ നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ കുബേര ഫാന്റസി എന്ന് പറഞ്ഞ ഒരു കിഡിലെ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് നല്ല കിഡിലാണ്. നമുക്കിവിടെ നോർമൽ കോൺടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യുവോ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 5 പ്ലേയേഴ്സ് ഉണ്ടാകും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ നിങ്ങൾ ജസ്റ്റ് അവരൊന്ന് പിക്ക് ചെയ്തിട്ടാൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് പൈസ ചെയ്യാൻ വരുന്ന ഒരു കിഡിലെ സംഭവം കേട്ടോ. ഇപ്പോൾ നമുക്ക് 575 രൂപയുടെ നമ്മൾ ഓപ്പോണന്റ് ശുഭ്മാൻ ഗില്ലിനെ പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജോണി ബാരിസ്റ്റോനെ പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ശിഖർ ധവാനെ പിക്ക് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് പിക്ക് ചെയ്യാം. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവർ നമ്മൾ പിക്ക് ചെയ്താൽ മതി. നമ്മൾ ഡ്രീം ഇലവൻ പോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇത്രയും പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യണം ഒന്നുമില്ല. സിമ്പിളായിട്ട് പൈസ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫ്യൂച്ചറാണ് ഈ ഡ്യുവോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർമൽ കോൺടെസ്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഡ്രീം ഇലവനിലുള്ള പോലെ തന്നെ 299 രൂപയ്ക്കും ഉള്ളത് ഇവിടെ ഇവർ 260 രൂപയ്ക്കും. അതുപോലെ ഒരുപാട് കോൺടെസ്റ്റുകൾ എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ കുറവായിട്ട് അതേ സെയിം ഡ്രീം ഇലവനിൽ വിന്നിങ് എമൗണ്ട് ഏതാണോ അതേ സെയിം എമൗണ്ട് ഇവിടെ കിട്ടുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുബേര ഫാന്റസി. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ വിഷൻ ഇലവൻ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഇവിടെ 5 രൂപയ്ക്ക് GL ഒക്കെ ഉണ്ട്. 5 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് GL ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഏകദേശം ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കണ്ടില്ലേ, ഇപ്പോൾ 7000 രൂപയ്ക്കൊക്കെ ഫസ്റ്റ് വന്നതിന് 13,000. കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഡ്രീം ഇലവനെക്കാട്ടിലും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺടെസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷൻ ഇതുവരെ ട്രൈ ചെയ്യാത്തതിന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്ടെക്സി ആപ്ലിക്കേഷൻ ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഇവിടെയും പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. നമ്മൾ കുബേരയ്ക്ക് കണ്ട സെയിം ഡ്യൂ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കിടിലൻ ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനും. അതുപോലെ തന്നെ 1 രൂപ തുടങ്ങി കോൺടെസ്റ്റുകൾ നമ്മുടെ സ്പോർട്ടെക്സി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചോയ്സ് ഇലവൻ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഡ്യൂ ഓപ്ഷൻ ഉണ്ട്. അതിനിവിടെ കോപ്പ് എന്നാണ് പറയുക. 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബാറ്റ് ബോൾ ഇലവൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം റൺ ചെയ്യുക, അല്ലാത്ത പക്ഷം ഉപേക്ഷിക്കുക. അപ്പോൾ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ്
പ്രോബബ്ലി പ്ലേയിങ്ങിലോ നോക്കിയാൽ ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, ആദ്യം മാർക്കം, മായങ്ക് അഗർവാൾ, അബ്ദുൽ സമദ്, ഹെൻറിച്ച് കളേസൻ, പാറ്റ് കുമിൻസ്, ഷബാസ് അഹമ്മദ്, മായങ്ക് മാർക്കാണ്ഡെ, ഭുവനേശ്വർ കുമാർ, ജയദേവ് ഉദനകണ്ട്. ഇത്രയും പേരാണ് നമ്മുടെ SRHൽ പ്രോബബ്ലി പ്ലേയിങ് ഇലവനായിട്ടുള്ളത്. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൽ പ്ലേയിങ് ഇലവൻ ആരൊക്കെ നോക്കിയാൽ രച്ചിൻ രവീന്ദ്ര, അതുപോലെ തന്നെ സമീർ റിസ്വി, നമ്മുടെ മദീഷ പതിരാന, ശിവാം ദുബെ, അതുകൂടാതെ ദീപക് ചഹർ, ഋതുരാജ് ഗെയ്ക്വാഡ്, അജിൻക്യ രഹാനെ, രവീന്ദ്ര ജഡേജ, തുഷാർ ദേശ്പാണ്ഡെ, MS ധോണി, ഡാരി മിച്ചൽ, ഇത്രയും പേരാണുള്ളത്. ഇതിൽ കീ പ്ലേയേഴ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ള അഭിഷേക് ശർമ്മയും അതുപോലെ തന്നെ ഹെൻറിച്ച് കളേസൻ, അതുപോലെ നമ്മുടെ രച്ചിൻ രവീന്ദ്ര, മദീഷ പതിരാന, ഇവർ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. മറ്റു രണ്ട് പേരാണ് കളേസനും രച്ചിൻ രവീന്ദ്ര. തീർച്ചയായിട്ടും ഇവരെ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ ടോപ്പ് പിക്കേഴ്സ് ബൈ HITWH റെക്കോർഡ്സ്, അതായത് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പ്ലെയർ എഗെയിൻസ്റ്റ് ആയിട്ട് SRHൻ്റെ കൂടിയും SRHത്തെ ഒരു പ്ലെയർ എഗെയിൻസ്റ്റ് ആയി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കൂടിയും ഏറ്റവും കൂടുതൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലെയേഴ്സിനെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ അഭിഷേക് ശർമ്മയാണ്. 6 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായിട്ട് ഏറ്റുമുട്ടിയിട്ട് അദ്ദേഹം 199 റൺസ് ആയിട്ടുള്ളത്. പെർ മാച്ച് 33 റൺസാണ് അദ്ദേഹത്തിന് ആവറേജ് റൺസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തായിട്ട് ഋതുരാജ് ഗെയ്ക്വാഡ് ആണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് 5 മത്സരമാണ് നമ്മുടെ ചെന്നൈ SRH ആയിട്ട് മത്സരിച്ചിട്ടുള്ള. അതിൽ 270 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്ത്. പെർ മാച്ച് 67 റൺസ് അദ്ദേഹത്തിന് ആവറേജ് ഉണ്ട്. MS ധോണി എഗെയിൻസ്റ്റ് ആയിട്ട് SRHനോട് 19 ഇന്നിങ്സ് ബാറ്റ് ചെയ്ത് 551 റൺസ് ആയിരുന്നുള്ളൂ. പെർ മാച്ച് 51 റൺസ് ആവറേജ് ഉണ്ട്. മുസ്തഫിക്കുർ റഹ്മാൻ എഗെയിൻസ്റ്റ് ആയിട്ട് SRHനെതിരെ ബോൾ ചെയ്ത 4 ഇന്നിങ്സ് ആണ്, 8 വിക്കറ്റാണ് അദ്ദേഹം ടേക്ക് ചെയ്തിട്ടുള്ളത്. ടോപ്പ് പിക്കേഴ്സ് ബൈ വെന്യൂ, ഈ ഒരു വെന്യൂവിൽ നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലെയേഴ്സാണ് അടുത്ത നോക്കാൻ പോകുന്നത്. ട്രാവിസ് ഹെഡ് 2 മത്സരം കളിച്ച് 92 റൺസാണ് ഈ ഒരു പിച്ചിൽ അദ്ദേഹം എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആവറേജ് സ്കോർ 46 റൺസാണ്. ആദ്യം മാർക്കം 7 മത്സരമാണ് ഈ ഒരു പിച്ചിൽ കളിച്ചിട്ടുള്ളത്. 191 റൺസ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ആവറേജ് റൺസ് 38 റൺസാണ്. അതുപോലെ തന്നെ അടുത്ത ഹെൻറിച്ച് കളേസൻ ആണ്. 7 ഇന്നിങ്സ് ആണ് അഗെയിൻസ്റ്റ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ബാറ്റ് ചെയ്തിട്ടുള്ള. 334 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. 66 റൺസാണ് പെർ മാച്ച് ആവറേജ് ആയിട്ടുള്ളത്. അടുത്തായിട്ട് ജയദേവ് ഉദനകണ്ട് 7 മത്സരമാണ് അഗെയിൻസ്റ്റ് ആയിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കളിച്ചിട്ടുള്ളത്. 13 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദീപക് ചഹാർ അഗെയിൻസ്റ്റ് ആയിട്ട് SRHന് എഗെയിൻസ്റ്റ് ആയി 3 മത്സരം കളിച്ച് 7 വിക്കറ്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് കേട്ടോ. ക്യാപ്റ്റൻ VC സെലക്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. സേഫ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി ഓപ്ഷൻസ് ആണ് ഹെൻറിച്ച് കളേസൻ, രവീന്ദ്ര ജഡേജ. അതുപോലെ തന്നെ റിസ്ക് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണേ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ആദ്യം മാർക്കം, പാറ്റ് കുമിൻസ്, ഇത്രയും പേരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രീം ടീമിലോട്ട് പോകാം. വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം മാച്ചിൽ നമ്മുടെ ഒരുപാട് ഗുജറാത്ത് വേഴ്സസ് പഞ്ചാബിനുള്ള മത്സരത്തിൽ ഒരുപാട് HITWH ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു മോശം റിവ്യൂ ആണ് എനിക്ക്. മോശം റിവ്യൂ മീൻസ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്, പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയില്ല. ഞാൻ 2 വീഡിയോ ചെയ്യാൻ ഡെയിലി അഗെയിൻസ്റ്റ് HITWH റെക്കോർഡ്സ് ഒക്കെ എടുത്ത് പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് വർക്കൗട്ട് ആവുന്നില്ല. ആർക്കും അത് യൂസ്ഫുൾ ആവുന്നില്ല തോന്നുന്നു. ഒരാൾ കൂടെ നല്ല കമൻറ്റും അടിച്ചിട്ടില്ല. ആരും അത് കാണുന്നുമില്ല. അത് 2 വീഡിയോ ഇട്ട് തന്നെ 2 വീഡിയോനും ബാധിക്കാനുണ്ട്. മാക്സിമം ഒരു വീഡിയോ 1000 പേര് കാണുന്നത്, 2 വീഡിയോ ഇട്ട് തന്നെ 2 കൂടെ 800 പേരെ കാണുന്നുള്ളൂ. എൻ്റെ ടൈമും വേസ്റ്റ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മദീഷ പതിരാണ്. നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ മദീഷ പതിരാനെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ പാറ്റ് കുമിൻസ് 2 ഫാസ്റ്റ് ബോളേഴ്സായി. അതുപോലെ തന്നെ നമ്മൾ മുസ്തഫിക്കുർ റഹ്മാനെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓൾറൗണ്ടേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഡാരി മിച്ചൽ നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ മാർക്കും നല്ല ഓപ്ഷനാണ്. ട്രാവിസ് ഹെഡ്, രച്ചിൻ രവീന്ദ്ര, അഭിഷേക് ശർമ്മ, ഗെയ്ക്വാഡ് 4 പേര് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ച് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് ജഡേജയെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടീം ഏകദേശം സെറ്റ് ആയിട്ട് ഫാസ്റ്റ് ബോളേഴ്സ്, സ്പിന്നേഴ്സൊക്കെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇരു കൂട്ടരെ നമ്മുടെ ടീമിലുണ്ട്. നമ്മുടെ SRHലാണ് കുറച്ച് ബൗളിംഗ് സ്ട്രെങ്ത് കമ്മിയായിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓൾറൗണ്ടറിനെ, ഇപ്പോൾ നമ്മുടെ ഡാരി മിച്ചലിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ ഒരു ബൗളറിനെ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ട് ടീം ജസ്റ്റ് പ്രിവ്യൂ നോക്കാം. രച്ചിൻ രവീന്ദ്ര നല്ലൊരു ഓപ്ഷനാണ്. റീസെൻ്റ് അദ്ദേഹം നല്ല രീതിയിൽ കളിച്ചില്ല, പക്ഷേ അതിന് മുന്നേ കളിച്ച മത്സരങ്ങളൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി അദ്ദേഹം കാണിച്ചു കൊടുത്തത്. അദ്ദേഹത്തെ എന്തായാലും ഒരു വൈസ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻസി തന്നെ ആക്കാം നമുക്ക്. വൈസ് ക്യാപ്റ്റൻസി ട്രാവിസ് ഹെഡ് നല്ല ഓപ്ഷനാണ്. അദ്ദേഹത്തിന് ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല റെക്കോർഡ്സ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുസ്തഫിക്കുർ റഹ്മാനെ തന്നെ കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കഴിഞ്ഞ റീസെൻ്റ് കളിച്ച മത്സരങ്ങളൊക്കെ. കളേസൻ, അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ്, രച്ചിൻ രവീന്ദ്ര, അഭിഷേക് ശർമ്മ, ഗെയ്ക്വാഡ്, രവീന്ദ്ര ജഡേജ, ആദ്യം മാർക്കം, ഡാരി മിച്ചൽ, പാറ്റ് കുമിൻസ്, മുസ്തഫിക്കുർ റഹ്മാൻ, അതുപോലെ തന്നെ നമ്മുടെ മദീഷ പതിരാന, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പ് ഇതുവരെ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.